ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ എങ്ങനെ ഫോട്ടോ തിരഞ്ഞെടുക്കാം എന്ന് നോക്കാം. ആദ്യം നിങ്ങളെ കൊടുത്ത വെബ്സൈറ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ. ക്ലിക്ക് ചെയ്തതോടെ ഇങ്ങനെ ഒരു വെബ്സൈറ്റ് തുറക്കുന്നതായിരിക്കും. ഇവിടെ മുകളിൽ നോക്കിയാൽ ഇൻസ്റ്റാൾ എന്നൊരു ഓപ്ഷൻ കാണും. ഇത് ക്ലിക്ക് ചെയ്ത ശേഷം ഈ വെബ് ആപ്പ് നിങ്ങളുടേതുപോലെ സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പോൾ ഇൻസ്റ്റാൾ ആയിരിക്കുന്നു. ഇപ്പോൾ ലോഗിൻ ക്ലിക്ക് ചെയ്യൂ. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത ശേഷം നെക്സ്റ്റ് അമർത്തുക. ഇപ്പോൾ ആ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അത് വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്ത ശേഷം ഉള്ളിൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ ഇവന്റ് കാണാൻ പറ്റും. ഈ ഇവന്റ് ക്ലിക്ക് ചെയ്താൽ ഉള്ളിൽ ഫോട്ടോ സെലക്ഷൻ ഓപ്ഷൻ ലഭിക്കും. ആ ഫോട്ടോ തിരഞ്ഞെടുപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ വെഡ്ഡിംഗ് ഫോട്ടോകളോടൊപ്പം ഒരു ഫോൾഡർ കാണും. അതുപോലെ നിങ്ങളുടെ ഇവന്റ് ഫോട്ടോ സെലക്ഷൻ ഓരോ ഫോൾഡറും വേറെ വേറെ പേരിലുണ്ടാകും. ഈ ഫോൾഡർ ക്ലിക്ക് ചെയ്താൽ ഉള്ളിൽ പോവാം. ഉള്ളിൽ നിങ്ങളുടെ ഫോട്ടോകളെല്ലാം ലഭ്യമായിരിക്കും. ഈ ഫോട്ടോകളെല്ലാം നോക്കി സെലക്ട് റിജക്റ്റ് ചെയ്യാം. അങ്ങനെ അല്ലെങ്കിൽ ഈ ഫോട്ടോ ക്ലിക്ക് ചെയ്താൽ താഴെ സെലക്ട്, റിജക്റ്റ് എന്ന ഓപ്ഷനുകൾ കാണും. റൈറ്റ് ആരോവ് ക്ലിക്ക് ചെയ്താൽ സെലക്ട് ആയിരിക്കും. ലെഫ്റ്റ് ആരോവ് ക്ലിക്ക് ചെയ്താൽ റിജക്റ്റ് ആയിരിക്കും. ഇങ്ങനെ സെലക്ഷനുകൾ പൂർണ്ണമായി പൂർത്തിയാക്കി ഒക്കെ സ്ഥിരീകരിച്ച ശേഷം മാത്രം പുറത്തിറങ്ങുക. പുറത്തേക്ക് പോയി മുകളിൽ സ്ക്രോൾ ചെയ്ത് ഹോം ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോഴത്തെ താഴെ നോക്കിയാൽ സബ്മിറ്റ് ഫോട്ടോ സെലക്ഷൻ എന്നൊരു ഓപ്ഷൻ കാണും. ഇത് ക്ലിക്ക് ചെയ്താൽ ഒരു സ്ഥിരീകരണം കിട്ടും. ഓക്കെ നൽകിയാൽ ഫോട്ടോ തിരഞ്ഞെടുക്കലിന്റെ എല്ലാ സെലക്ഷനുകളും ഇപ്പോൾ സമർപ്പിക്കപ്പെട്ടിരിക്കും. ഇത് കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഫോട്ടോ തിരഞ്ഞെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇനി മാറ്റങ്ങൾക്കായി നിങ്ങളുടെ സ്റ്റുഡിയോയെ ബന്ധപ്പെടുക.